ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് ഓൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെയും എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ റാന്തലാണ്. ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇത് കത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് വിളക്കായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് എമർജൻസിയും സോളാറും ഇൻവെർട്ടറൊക്കെ വന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു. ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടായിരുന്നു നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിലുണ്ടാകുന്ന തീ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തീ കൂട്ടാനും കുറക്കാനും നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മൾ മണ്ണ് ഒഴിക്കുന്നത്. മണ്ണെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് വിളക്കെണ്ണയോ ഒഴിക്കാം. അപ്പോൾ നമുക്കിത് ഊരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, മേളത്തെ ആ ടോപ്പ് പൊക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഊരി വരും. അതിനുശേഷം നമുക്ക് അവർ തിരിയിട്ട ഭാഗം കാണാൻ സാധിക്കും. അവിടെയായിട്ട് നമുക്ക് അത് താഴത്തിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരിയുടെ നീട്ടം കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇനി നമുക്കിത് മണ്ണെണ്ണ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മണ്ണെണ്ണയോ നമുക്ക് നല്ലെണ്ണയൊക്കെ ഒഴിക്കാം. കൂടുതലായിട്ട് നമ്മൾ മണ്ണെണ്ണയാണ് ഒഴിക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ലെണ്ണയാണ്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് നമുക്കിത് എങ്ങനെയാണ് കത്തിക്കുന്നത് നോക്കാം. ഇത് നിറച്ചും ഒഴിക്കണമെന്നില്ല, ഏകദേശം ഒരു പകുതിയോളം നമുക്ക് ഒഴിച്ചാൽ മതിയാവും. പിന്നെ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. നല്ലെണ്ണ ആണെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം, നിങ്ങൾക്ക് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കാം. ഒരു പകുതിയോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തിരി ഊരിയിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്കിങ്ങനെ ചെയ്താലും മതിയാവും. എല്ലായിടത്തും എണ്ണ ചെല്ലുന്ന രീതിയിൽ വേണം ഒഴിക്കാനായിട്ട്. ഈ നൂല് കത്തിത്തീരുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. ഇത് നമുക്ക് വിളക്കിന് ഉപയോഗിക്കുന്ന തിരിയായാലും നമുക്കിതിനകത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. ഇത് ഊരാനും ഇത് വെക്കാനൊക്കെ നമുക്ക് സിമ്പിളാണ്. എല്ലായിടത്തും ഒന്ന് എണ്ണ ചെല്ലുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഐറ്റം. നമുക്കിത് വിളക്കാട്ട് ഉപയോഗിക്കാം. ഗ്ലാസ് ഇട്ട് ഈ ഒരു ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാന്തലായിട്ടും ഉപയോഗിക്കാം. തിരി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതുകൂടാതെ തന്നെ തിരിയിലുള്ള നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ എണ്ണ നമ്മളൊന്ന് ഒപ്പിക്കളയണം. തിരിയിൽ ചെറുതായിട്ട് എണ്ണമായി നിന്നാൽ മതിയാവും. കത്തിച്ചതിന് ഉടനെ തന്നെ നമ്മൾ ആ ഗ്ലാസ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മേൽഭാഗം ചൂടാൻ ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടുനടന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാണാൻ മനോഹരമായൊരു വസ്തു തന്നെയാണിത്. പിന്നെ നമുക്ക് പഴയ പോലെ അതിനകത്തോട്ട് ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ഇപ്പം തീയുടെ അളവ് കൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ചിട്ട് ആ ഗ്ലാസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കത് കത്തിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കാണാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.